ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് വഴി. ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഹറമിൽ പോകാമെന്ന് വിചാരിച്ചു. ജുമാക്ക് ഒരു 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ എഴുന്നേറ്റു, കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി, ലുവിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്തു, ബസ് സ്റ്റേഷനിലേക്ക് നടന്നു. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ബസ് മാറി കയറിയിട്ടാണ് ഹറമിൽ പോവുക. അതാണ് കുറച്ചുകൂടെ എളുപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒറ്റ ബസ് കയറുന്ന സമയത്ത് 1 hour ഒക്കെ എന്തായാലും എടുക്കും ഹറമിലെത്താൻ. അപ്പം ഇതിൽ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ബസ്സിന് എന്ത് ചെയ്തു, അവന് ഫുഡൊക്കെ കൊടുത്തു. ബ്രെഡും എഗ്ഗും ഒക്കെ സാൻഡ്വിച്ച് ലൈക്ക് അങ്ങനത്തെ രീതിയിലാക്കിയിട്ടൊന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അവന് ആവശ്യമുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഇറങ്ങാമെന്നൊന്നും അറിയാൻ കഴിയില്ല. അപ്പം ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ കയറി അവന് ആവശ്യമുള്ള ഫുഡൊക്കെ കൊടുത്തു. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കിയിരുന്നു. റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് നമ്മൾ ഹറമിലെത്തി. അവിടെ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയാലും കുറച്ചുകൂടെ ദൂരം നമുക്ക് എന്തുണ്ട്, ഹറമിലേക്ക് നടക്കാനുണ്ട്. കാരണം ടാക്സി ഹറമിൻ്റെ അടുത്ത് വരെ പോകും, ബസ് ഏതായാലും അവിടെ വരെ പോയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നടന്നു ഹറമിലെത്തി. നമ്മൾ മത്താഫിൽ കയറിയില്ല, മുകളിലാണ് കയറിയിട്ടിരുന്നത്. ടൈം ആയപ്പം ബാങ്ക് വിളിച്ചു. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പതുക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ തിരക്ക് അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ വീട്ടിലെത്തി കിടന്നുറങ്ങിയൊക്കെ നീറ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു 9:30 ആയപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് അടുത്തുള്ള ഷോപ്പ് തന്നെയാണ്. നമ്മൾ ബസ് കയറി അതിൽ പോവാമെന്ന് വിചാരിച്ചു. ബസ് ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ബസ് വന്ന് നമ്മൾ കയറി. ഇലുവിനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കുട്ടിയായിരുന്നു ആൾ. നമ്മൾ എന്ത് ചെയ്തു, ബസ്സിൽ കയറിയിരുന്നു. ഒരു 2 to 3 സ്റ്റോപ്പ് എങ്ങാണ്ടേ ഉള്ളൂ ആ ഷോപ്പിലേക്ക്. നമ്മൾ ബർഗർ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റുള്ള ബർഗറാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കനൊക്കെ ഭയങ്കര സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ മീറ്റ് സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള ആ ടൈപ്പ് ഓഫ് ബർഗർ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പിലിറങ്ങി ചെറിയ റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷെഫ്സ്, ഇതാണ് ഷോപ്പ്. ഹോം മെയ്ഡ് ബർഗറാണ്. നമ്മൾ എത്തിയതിന് ശേഷം ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കി. നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ എന്ത് ചെയ്തു, നമ്മൾ ഓർഡർ ചെയ്തു. അത്യാവശ്യം വലിയ ബർഗർ തന്നെയായിരുന്നു. ഒരാൾക്ക് ഒരു മീൽ കഴിക്കണ അത്ര വയറ് ഫില്ലിങ് ആവുന്ന രീതിയിലുള്ള ബർഗർ തന്നെയായിരുന്നു. ആശാന് ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് ആൾക്കത് കൊടുത്ത്. ബർഗർ കഴിക്കുന്നുണ്ട് ആൾ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആൾക്ക് കൂടുതൽ ഇഷ്ടമായത് ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് അത് കൊടുത്ത്. ബർഗറിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ബർഗർ ഇല്ലേ, ഞാൻ കൂടുതൽ പറയാൻ എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബർഗർ. ഭയങ്കര സോഫ്റ്റ് ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ബർഗറായിരുന്നു. ഒരാൾക്ക് ഫില്ലിങ് ആവുന്ന രീതിയിലുള്ള ബർഗർ തന്നെയായിരുന്നു. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു ബർഗർ. വയറ് ഫില്ലിങ് ആവുന്ന രീതിയിലുള്ള ബർഗർ തന്നെയായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് എന്ത് ചെയ്തു, പിന്നെ റൂമിലേക്ക് തിരിച്ചു വന്നു. അപ്പം അത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.